എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. ഇന്ന് ഒരു സിനിമ കാണാനുണ്ട്, ഗെറ്റ് സെറ്റ് ബേബി. പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത് തിയേറ്ററിൽ ഗെറ്റ് സെറ്റ് ബേബി മാത്രമേ ഉള്ളൂ. ഡ്രാഗൻ ഇല്ല. നിലാവുക്ക് എന്മേലെ എന്നാടി കോപം അതും ഇല്ല. കോപമുള്ളവരൊന്നും അങ്ങോട്ട് എടുക്കൂല. അതാണ്, കോപമുള്ളവരൊക്കെ വീട്ടിലിരുന്നോ സിനിമ കാണാൻ വരണ്ട. ഓക്കെ, ഫസ്റ്റ് വൺ. അല്ലു അർജുൻ അറ്റ്ലി മൂവി. സിനിമയിൽ നമ്മുടെ ജാൻവി കപൂർ ആയിരിക്കട്ടെ നായിക. ജാൻവി കപൂറിൻ്റെ മൂന്നാമത്തെ തെലുങ്ക് സിനിമയായിരിക്കും അപ്പോൾ. ഓക്കെ, ഒന്ന് ദേവര, മറ്റൊന്ന് RC-16. ഇപ്പതാ അറ്റ്ലിയുടെ അല്ലു അർജുൻ്റെ മൂവി. ഓക്കെ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അടുത്തത് എന്താ തെറ്റിദ്ധരിച്ചു? അല്ലെ, 3 സിനിമ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ ദേവര, രണ്ടാമത്തെ RC-16 എന്നുള്ളത് ഞാൻ ഗെയിം ചേഞ്ചർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചിരി വന്നു. അത് ചോദിച്ചാ പോരെ, നായികമാരുടെ പേര് അല്ല അറിയായിരുന്നു, പക്ഷെ പേര് അങ്ങനെ ആയിരിക്കും വരുന്നതെന്ന് ചോദിച്ചു. അടുത്തത് പള്ളിച്ചട്ടമ്പി. സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമ, ടോവിനോ നായകനാവുന്ന സിനിമ. ടോവിനോ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, ARM പോലെ തന്നെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു ഇതെന്ന് പറയുന്നത്. ഇത് മലയാളികൾക്ക് പറയാട്ടോ, വലിയ സിനിമയായിട്ട് വരാൻ പോകുന്ന ഒരു സിനിമയാണ് ഇത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലേ, അതുപോലെ കാത്തിരുന്നതാണ്. അതെ, വൻ ബഡ്ജറ്റിൽ വരുന്ന സിനിമ തന്നെയാണ് കേട്ടോ. അനൗൺസ് ചെയ്തിട്ട് എത്ര കാലമായി? അതും അതിന്റെ ഒരു ക്യാരക്ടർ ലുക്കൊക്കെ ഫസ്റ്റ് പുറത്തു വന്നതേ ഒരു ഗംഭീര ഐറ്റമായിരുന്നു. പിന്നെ അതിന്റെ പേര് പള്ളിച്ചട്ടമ്പി, പേരാ. കുറെ സംഭവങ്ങൾ അതിന്റെ പുറത്ത് വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിന്റെ അനൗൺസ്മെന്റ്, ഇതിന്റെ അടുത്ത പോസ്റ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പറയാം, നമുക്ക് നോക്കാം. എന്തായാലും പൂജ കഴിഞ്ഞിട്ടുണ്ട്, ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. പൂജ സ്റ്റീൽസ്. ഓക്കെ, അടുത്ത കിഴി ഗുഡ് ബാഡ് അഗ്ലി. അജിത് കുമാർ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. സിനിമയിൽ നമ്മുടെ സിമ്രാൻ ഒരു കാമിയോ റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് ദളപതി വിജയുടെ ഒരു ഡയലോഗ് നമ്മുടെ അജിത് കുമാർ ഇതിന്റെ ടീസറിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ കത്തും. വെയിറ്റിംഗ് ആവുമോ? കത്തി നിൽക്കുന്ന സാധനം അറിഞ്ഞൂടാട്ടോ. അജിത് വേർഷനിൽ വരണല്ലേ. അടുത്തത് രാസ്ത സിനിമയുടെ OTT മനോരമ മാക്സിൽ ഫെബ്രുവരി 23. ഓക്കെ, ഡയറക്ടർ അനീഷ് അൻവർ. ഓക്കെ, അടുത്ത കിഴി NTR 31. പ്രശാന്ത് നീലും NTRും ഒരുമിക്കുന്ന സിനിമ. അത് ഡ്രാഗൻ അല്ലേ, താൽക്കാലികമായി പേര് വെച്ചിരിക്കുന്നത് ഡ്രാഗൻ എന്നുള്ളതാണ്. എന്തായാലും സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ സ്റ്റിൽ വന്നിട്ടുണ്ട്. ഇത് എപ്പോഴും ഇങ്ങനെ എല്ലാ ഷൂട്ട് എവിടെയൊക്കെ നടക്കുന്നോ അതിൻ്റെ ഒന്നും സ്റ്റിൽ ഇങ്ങനെ വരണ്ട, കഥ മൊത്തം മനസ്സിലാവുന്നു. പരിപാടി കാണിക്കരുത് കേട്ടോ അല്ലേ, അപ്ഡേറ്റ് പറയാൻ പറ്റുമെങ്കിൽ. എന്തായാലും നല്ല ഗംഭീര സ്റ്റാർട്ടിങ് തന്നെ നല്ല കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു സാധനമാണ് തോന്നുന്നു. കലാപാണെന്ന് തോന്നുന്നു. അടുത്തത് അൽഫോൻസ് പുത്രൻ നിവിൻ പോളി മൂവി. സിനിമയില് ഉണ്ണിമൂത്ത് ഒരു പ്രധാന വേഷത്തിലെത്തും എന്നാണ് കേൾക്കുന്നത്. ഇതിന്റെ സ്ക്രിപ്റ്റ് കാർത്തിക് സുബ്രാജ് ആയിരിക്കും എന്നും പറഞ്ഞു കേൾക്കുന്നു. അപ്പൊ ഗ്യാങ് വീണ്ടും പക്ഷെ എങ്കിലും അല്ലേ പുറത്ത് കൊടുക്കണമെങ്കിൽ സ്ക്രിപ്റ്റ് അത് പക്ഷെ അവിടെ ടെൻഷൻ അടിക്കണ്ടേ, ഇവർ തമ്മിലുള്ള ബന്ധം വെച്ചിട്ടേ. മറ്റത് ശരിക്കും മൂപ്പരെ ശരിയാക്കാൻ വേണ്ടി കൊണ്ട് കൊടുത്തല്ലോ. ഇയാള് കുറെ നാളെ ഇന്ത്യയിലെ വലിയ ഡയറക്ടറാന്ന് പറഞ്ഞു, ഇയാൾക്കിട്ട് ഒരു പണി കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഓക്കെ, അടുത്ത കിഴി വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ് നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമാക്സ് പോർഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റില്ല് വന്നിട്ടുണ്ട്. അജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഓക്കെ, എമ്പുരാൻ റിലീസിന് മുന്നേ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ആശാൻ അവിടെ എത്തൂട്ടോ. അതെ, ഡബിൾ മോഹനായിട്ട് ഒരു വരവുണ്ട്. നാടൻ ഒരു കത്തിക്കൽ അല്ലേ, ഒരു 1.5 ഐറ്റം. അതെ. അടുത്തത് തേരെ ഇഷ്കുമേ. ഓക്കെ, സിനിമയുടെ പുതിയ സ്റ്റില്ലുകൾ വന്നിട്ടുണ്ട്. സ്റ്റില്ല് വന്നിട്ടുണ്ട്. ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്യുന്ന സിനിമ, ധനുഷ് നായകനാവുന്ന സിനിമ. അത് നീ പറഞ്ഞു, കൃതിസനൻ നായിക. ഓക്കെ, സമാധാനം കിട്ടട്ടെ. അടുത്ത കിഴി തുടരും സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് സിംഗിൾ വരുന്നത് ഫെബ്രുവരി 21 രാത്രി 7 മണിക്ക്. അതായത് ഇന്ന് അല്ലേ? ശരിയാണല്ലോ, ഇന്നാണല്ലേ? 21 ഇന്ന് വരും. അപ്പം വൈകിട്ട് കാണാം, നമുക്ക് വൈകിട്ട് കാണാം 7 മണിക്ക്. കോപ്പിറൈറ്റ് അടിച്ചു കിട്ടാണ്ടിരുന്ന അത് കിട്ടും, അത് പിന്നെ പ്രതീക്ഷിച്ചാൽ മതി. അടുത്തത് ലോകേഷ് സൂര്യ മൂവി. ഓക്കെ,
എന്താണെങ്കിലും റോളക്സ് അല്ല എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അത് ഉറപ്പിച്ച് ഇതിന്റെ ജോണർ പോലീസ് സ്റ്റോറി ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അത് KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ലോകേഷും സൂര്യ ഒരുമിക്കുന്ന സിനിമ വരുന്നുണ്ട് എന്നുള്ളൊരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് റോളക്സ് അല്ല എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കഥ പറഞ്ഞിരിക്കുന്നത് ഒരു പോലീസ് സ്റ്റോറിയാണ് തോന്നുന്നു. ഫഫക്ക് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, അത് തന്നെ ആയിരിക്കാനാ ചാൻസ് കൂടുതൽ. ലത്തിയോ അങ്ങനെ പേരൊക്കെ മാറ്റി വയ്ക്കും. പേരൊക്കെ മാറ്റും. എന്താണെങ്കിലും ലത്തി ആൾറെഡി അങ്ങനെ പേരിൽ വന്നല്ലോ സിനിമ. ലത്തി വരും ചെയ്തു അല്ലേ. വിശാലിന്റെ വിശാലിന്റെ യെസ്. അപ്പൊ എന്തായാലും ലത്തി മാറ്റിയിട്ട് അതാണെന്ന് അറിഞ്ഞു കേട്ടോ, നമ്മൾ വെറുതെ പറയാണ്, അങ്ങനെ സാധ്യത ഉണ്ട്. അല്ല, പോലീസ് സ്റ്റോറി എന്ന് പറയുമ്പോ ലോകേഷ് പറഞ്ഞു എന്ന് പറയുന്ന സാധനം അതെ കേട്ട് വെച്ചിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ. ഇനിയും പറഞ്ഞുകൂടാ കേട്ടോ, ഉണ്ടായേക്കാം, കുറെ എണ്ണം ഉണ്ടല്ലോ. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ, എന്താണ് നോക്കട്ടെ. ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുടെ ഷൂട്ട് വീണ്ടും തുടങ്ങാൻ പോകുന്നു. അതായത് ഇനി പോലീസ് വേഷത്തിലുള്ള ആ പോർഷൻസ് ഉണ്ടല്ലോ, അത് ഒന്ന് മെലിയാൻ കാത്തിരുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി ഷൂട്ട് തുടങ്ങാൻ പോകും. താടി കൊടുക്കും. താടിയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാടാ. പോട്ടെ, താടി നോ പ്രോബ്ലം, തിരിച്ചൊന്ന് വന്നാൽ മതി, അത്രേ ഉള്ളൂ. താടി ഒന്നും ഇപ്പോൾ ഒരു വിഷയമല്ല. അതെ, നെക്സ്റ്റ് വീക്കിൽ ഇതിന്റെ ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, ഇബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്, ആള് തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റും. ഓക്കെ, അടുത്തത് എന്താണെങ്കിലും സിനിമയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഈ സിനിമ റിലീസ് ഡേറ്റ് ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെയും കുറേ പേര് വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീഡിയോ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ നിങ്ങൾ ഇതുവരെ ആപ് കൈസേ ഹോ എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, കുറച്ച് മുൻപാണ്. അതെ, എന്താണെങ്കിലും ഫെബ്രുവരി 28 സിനിമ തിയേറ്ററിലെത്തും. വിനയ് ജോസ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയുടെ സ്ക്രിപ്റ്റ്. ഓക്കെ, അടുത്ത കിഴി എടുത്തു. എന്താ പറഞ്ഞു? ഇപ്പം പ്രൊമോഷൻ വർക്കുകൾ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് തുറക്കാൻ പറ്റൂല, അതാണ് ചോദ്യം വരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. പിഷാരടിയും ഞാനും കൂടി ഇരുന്നിട്ട് തകർക്കുന്നുണ്ട്. ഒരുമിച്ച് വന്നാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാലോ. പിന്നെ സത്യം എന്തായാലും ആ സിനിമയുടെ റേഞ്ച് കയറ്റിയുണ്ടോ? അതുവരെ ഒരു ചർച്ച പോലും ഇല്ലാതിരുന്ന സിനിമയാണ് അത്. ഒരു സാധാരണ സിനിമ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു സിനിമ വളരെ പെട്ടെന്ന് ശരിക്കും ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയിലേക്ക് മാറ്റി. സത്യം, ശരിക്കും ഈ ഇന്റർവ്യൂസ് മൊത്തം കൂട്ടി യോജിപ്പിച്ചിട്ടേ ഒരു 1.5 മണിക്കൂറിന് ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ നല്ല കളക്ഷൻ കിട്ടും. അത് തിയേറ്ററിൽ തന്നെ ഇറക്കണം. അടുത്ത കിഴി ദൃശ്യം 3 സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൺഫേം ആയല്ലോ. ക്ലാസിക് ക്രിമിനൽ കമ്മിങ് ബാക്ക്. ഓക്കെ, എന്തായാലും ഒരു കാര്യം പറയാണ്ട്, ഈ സിനിമ എന്ന് ഷൂട്ട് തുടങ്ങും എന്നുള്ള രീതിയിലൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. 2025 ഇതിൻ്റെ ഷൂട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. 2026 ഷൂട്ട് തുടങ്ങുക എന്നുള്ളതാണ് കേൾക്കുന്ന റൂമറുകൾ കേട്ടോ. ഒഫീഷ്യലി അല്ല, അനൗൺസ് ഒന്നും വന്നിട്ടില്ല. വരുമായിരിക്കും ഷൂട്ട് എന്നാ തുടങ്ങുന്നത് എന്നുള്ളതൊക്കെ പിന്നീട്. അടുത്തത് ഹിറ്റ് 3 സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതിപ്പം ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 24-ാം തീയതി, അതായത് ഫെബ്രുവരി 24-ാം തീയതി ടീസർ പുറത്തു വരും. തകർക്കാം. അപ്പൊ കഴിഞ്ഞില്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, സിനിമയ്ക്ക് പോവാൻ നിൽക്കുവാണ്. പോയിട്ട് വന്നിട്ട് റിവ്യൂ ആയിട്ട് വരാം. ബൈ.